ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനും ആലോചനയില്ലെന്നും മന്ത്രി പറഞ്ഞു. ലോഡ് ഷെഡിംഗ് വരാതെ കഴിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും. വൈദ്യുതി നിരക്ക് വർധന ഇല്ല, ഉണ്ടായില്ല. കേരളത്തിലൊരു നിരക്ക് വർധന ആരും പേടിക്കണ്ട. അതിനാണ് ശ്രമിക്കുന്നത്. റെഗുലേറ്ററി കമ്മീഷനല്ലേ വരവും ചെലവും ഒക്കെ നോക്കിയിട്ട് വേണ്ടേ തീരുമാനിക്കാൻ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ് പാലക്കാട് നിന്ന്. സച്ചിൻ, ഒരുപക്ഷെ ഒരു സംസ്ഥാനം സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ വികസന നേട്ടങ്ങളിലൊന്ന് കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാനത്ത് പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. മാത്രമല്ല ഈ വൈദ്യുത നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനും ആലോചനയില്ലെന്ന് കൂടി മന്ത്രി പറഞ്ഞു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി കൂട്ടിച്ചേർത്ത് പറഞ്ഞ കാര്യങ്ങൾ? കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്ത വന്നിട്ടാണ് ഇപ്പോൾ മന്ത്രി തള്ളിയിരിക്കുന്നത്. സംസ്ഥാന അത്തരത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നില്ല. ലോഡ് ഷെഡിങ്ങോ അല്ലെങ്കിൽ വൈദ്യുതിയുടെ നിരക്ക് വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. വൈദ്യുതി കമ്പനികൾക്ക് സംസ്ഥാനങ്ങൾ കൊടുക്കാനുള്ള തുക എത്രയും പെട്ടെന്ന് നൽകണമെന്ന ഒരു ഉത്തരവുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നത്. എന്നാൽ അത്തരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രശ്നങ്ങളില്ല. അത് പരിഹരിക്കാൻ വേണ്ട മാർഗങ്ങൾ വൈദ്യുതി വകുപ്പും KSEBയും സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സിജു പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 9 വർഷക്കാലമായി സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടില്ല. അത് പ്രത്യേകിച്ച് LDF സർക്കാരിന്റെ മികച്ച നേട്ടം തന്നെയാണ്. അതിനാൽ തന്നെ ആ രീതിയിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകാൻ കേരളത്തിന് സാധിക്കും എന്ന കാര്യം തന്നെയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. വൈദ്യുതി നിരക്ക് യാതൊരു കാരണവശാലും നിലവിൽ വർദ്ധിപ്പിക്കില്ല. വേനൽക്കാലങ്ങളിൽ വലിയ രീതിയിൽ വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിച്ചെങ്കിലും അത്തരത്തിൽ കേരളം അതൊക്കെ കൃത്യമായ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സിജു.